ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ഇഫ്താർ സ്നാക്സ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 സവാള തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം അതിനുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിൻ്റെ ഇലയും ചേർത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ തീയിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സവാള ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഒരു മൈദദോശ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 1/4 കപ്പാണ് കേട്ടോ. അതുകൊണ്ടാണ് 4 പ്രാവശ്യം ഇടുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അതിക്ക് ഒരു കോഴിമുട്ടിയും പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു. 2 സ്പൂണ് പാൽപ്പൊടി ചേർത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്തതാ ദോശൻ്റെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ സവാള വഴന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ മസാലപ്പൊടികളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ നമ്മൾ ബീഫാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ബീഫ് മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച്. അപ്പോൾ മസാലപ്പൊടികളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ബീഫ് ചേർക്കണമെങ്കിൽ ബീഫും ചേർക്കുക, അതേപോലെ ചിക്കൻ ചേർക്കണമെങ്കിൽ ചിക്കനും ചേർക്കുക. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കോഴിമുട്ട പുഴുങ്ങിയിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കുക. ഇനി ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മളെ ദോശൻ്റെ ബാറ്റർ ഒഴിച്ചുകൊണ്ട് ഇതുപോലെ ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ദോശ എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഫില്ലിങ് നിറച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് മുട്ടൻ്റെ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. എണ്ണയിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതുപോലെ ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.